ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു പ്രണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സിനിമയിൽ എന്ന ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. സിനിമയുടെ മിസ്റ്റേക്ക് മാത്രമല്ല, ഈ മിസ്റ്റേക്ക് ഒരു ക്യാരക്ടറിൻ്റെ മിസ്റ്റേക്ക് കൂടെയാണ്. അതായത് 2012 വൈശാഖിൻ്റെ സംവിധാനത്തിലും സേതുവിന് തിരക്കഥയിലും വന്ന സിനിമയാണ് മല്ലു സിംഗ്. ഈ ഒരു സിനിമ അന്ന് ഭയങ്കര ഹിറ്റടിച്ച ഒരു സിനിമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിനകത്തുള്ള മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തന്നെ കാര്യത്തിലേക്ക് വരാം. അതായത് ഇതിലെ പ്രധാന കഥാപാത്രമായ ഹരിനാരായണൻ, ഹരീന്ദർ സിംഗ്, മല്ലു സിംഗ് എന്നൊക്കെ വിളിപ്പേരുള്ള ഈ ഒരു ഹരിനാരായണൻ നാട്ടിൽ ഒട്ടും ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി പാടുള്ള, ജോലിക്ക് താല്പര്യമില്ലാതെ ഒരു അലസമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ തനിക്കെന്തെങ്കിലും സ്വന്തമായിട്ടുള്ള ബിസിനസ്സോ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയുള്ള ഒരു ഇങ്ങനെ പോണ ഒരാളാണ്. പക്ഷെ നാട്ടിൽ ഈ പുള്ളിക്കാരനാണെങ്കിൽ ഒരു ജോലിക്കോ ഒന്നും താല്പര്യമില്ല, മൊത്തം ഒരു അലസമായ ഒരു ക്യാരക്ടറാണ്. ഇദ്ദേഹം തൻ്റെ അമ്മാവനായ വഴക്കുണ്ടാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നാട് വിട്ടു പോകുന്ന സമയത്താണ് യഥാർത്ഥ ഹരീന്ദർ സിംഗിനെ കാണുന്നതും. ഹരീന്ദർ സിംഗിൻ്റെ കൂടെ അയാളുടെ നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ലോറി ആക്സിഡൻ്റ് ആവുന്നതും ഹരീന്ദർ മരിക്കുന്നതും. പിന്നെ ഇദ്ദേഹം ചെന്നിട്ട് താനാണ് ഹരീന്ദർ എന്നും പറഞ്ഞ് അവിടെ ചെല്ലുകയും അവിടെ ഹരീന്ദർ സിംഗായി മല്ലു സിംഗായിട്ട് മാറി ആ ഒരു പഞ്ചാബി ഫാമിലിയെ മൊത്തം രക്ഷിച്ച് തൻ്റെ കഴിവും കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നതായിട്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അന്യനാട്ടിൽ പോയിട്ട് ഒരു കുടുംബത്തെ പോലും രക്ഷിക്കാൻ വേണ്ടി കഴിവുള്ള ഹരീന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഹരിനാരായണനെ എന്തുകൊണ്ട് ഇത്രയും കഴിവുണ്ടായിട്ട് പോലും തൻ്റെ നാട്ടിൽ താനിത് ചെയ്തില്ല? ഇതാണ് ചോദിച്ചിരുന്നത്. അതൊരു ക്യാരക്ടറിൻ്റെ മിസ്റ്റേക്ക് ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു ഫാമിലിയെ പോയി രക്ഷിച്ച് അവരെ കടബാധകളും കാര്യങ്ങളൊക്കെ തീർത്ത് അതിന് അധ്വാനിച്ച് തീർത്ത ഈ പുള്ളിക്കാരൻ എന്തുകൊണ്ട് തൻ്റെ നാട്ടിലുള്ള തൻ്റേതായിട്ടുള്ള ഒരു നെൽപ്പാടങ്ങളിലും പലചരക്ക് കടയിലൊക്കെ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇതൊരു ഭയങ്കര മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ ഈ കഴിവ് ഇവിടെ നിന്നുണ്ടായി, ഈ കഴിവ് ഇനി ഉണ്ടായത് ഇനി തൻ്റെ കൂടെ വന്ന ഈ ഒരു ഹരീന്ദർ സിംഗ് മരിച്ചതിന് ശേഷം ഉണ്ടായതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും ഇത്രയും കഴിവും പ്രാപ്തിയും ഇതൊക്കെ ഉള്ള ഒരു പുള്ളിക്കാരനെ എന്തുകൊണ്ട് ഈ കാര്യം തൻ്റെ ലൈഫിൽ നാട്ടിൽ നിന്ന് ഇത് ചെയ്തില്ല? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ പഞ്ചാബി ഫാമിലിക്ക് അവരുടെ യഥാർത്ഥ മകനെയും കിട്ടുമായിരുന്നു, തനിക്ക് ഈ നാട്ടിൽ നല്ലപോലെ നിൽക്കുകയും ചെയ്യാമായിരുന്നു, അമ്മാവനായി വലങ്കയായിട്ട് മാറുകയും ചെയ്യാമായിരുന്നു, തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയും ചെയ്യാമായിരുന്നു. ഈ ഒരു അലസത കൊണ്ടാണ് ഈ ഒരു യഥാർത്ഥ ഹരീന്ദർ സിംഗിൻ്റെ മരണം സംഭവിച്ചതും ആ ഫാമിലിക്ക് വന്നത് ഇദ്ദേഹം ഒരു പഞ്ചാബിയായിട്ട് മാറേണ്ടി വന്നതും പേര് മാറുകയും ഒക്കെ വന്നത്. ഇതേ ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരൻ്റെ നാട്ടിലുണ്ടെന്നെങ്കിൽ നാട്ടിലെ നെൽപ്പാടങ്ങളിലെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും നടത്തിയും പലചരക്കടയിൽ അനിയുടെ കൂടെ നിന്നിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഒരായിട്ട് മാറാമായിരുന്നു തോന്നിപ്പോയി. ഇത് ഭയങ്കര ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ക്യാരക്ടറിൻ്റെ. അതായത് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് ഒരേ വീക്ക് പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീക്ക് പോയിൻ്റ് ഒരിടത്തുകൊണ്ട് പ്ലേസ് ചെയ്യാണ് വേണ്ടത്. അതിപ്പോൾ തിരക്കഥ എഴുതിയിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ വീക്കും അവിടെ സൂപ്പർ ഹീറോ ആക്കി മാറ്റിയ ഒരു ആക്ഷൻ പാക്ക് ചിത്രത്തിലുമാണെങ്കിൽ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ ക്യാരക്ടർ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഹരീന്ദർ സിംഗിന്, ഹരിനാരായണന് എന്തുകൊണ്ട് നാട്ടിൽ ഇതേ സ്കില്ലും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നെങ്കിൽ പോലും അവിടെ ജീവിച്ചുകൂടാ എന്നുള്ളതാണ് ചോദ്യചിഹ്നം. ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങളിപ്പം അതിന് പല ന്യായങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വരുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ചിന്തിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു ഹരിനാരായണൻ എന്തുകൊണ്ട് ഈ നാട്ടിൽ തൻ്റെ കഴിവും കാര്യങ്ങളൊക്കെ കാണിച്ചില്ല? ഒരു പഞ്ചാബി ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടി അവിടെ പോയി ഇത് കാണിച്ചു. ഇതാണ് ചോദ്യം. ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും ഒരു ബിഗ് മിസ്റ്റേക്കായിട്ട് വന്നിരിക്കുന്ന മല്ലു സിംഗ് എന്ന് പറഞ്ഞൊരു വ്യക്തി. അവിടെ ഇതിങ്ങനെ ആണെങ്കിൽ നാട്ടിലെ ഹരിനാരായണൻ എന്തുകൊണ്ട് തൻ്റെ അമ്മാവൻ്റെ കൂടെ നിന്ന് ഈ വയലും കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ത്രാണി അല്ലെങ്കിൽ ഒരു കെൽപ്പ് എന്തുകൊണ്ട് വന്നിരുന്നാണെങ്കിൽ നമുക്കിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മല്ലു സിംഗ് എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ ഒരു ബിഗ് മിസ്റ്റേക്ക് തന്നെയാണ്, ഹരിനാരായണത്തിൻ്റെ ബിഗ് മിസ്റ്റേക്ക് തന്നെയാണ്. ഇത് സംവിധായകനും അല്ലെങ്കിൽ തിരക്കഥയിലെ സേതുവിനും തിരക്കഥയിൽ വന്ന ഒരു വലിയ മിസ്റ്റേക്കായിട്ടാണ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇത്ര കാര്യം മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. ഇതാണ് മല്ലു സിംഗിലെ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ ബിഗ് മിസ്റ്റേക്ക്. ക്യാരക്ടർ ഒരു പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്ന നേരത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളും കൂടെ ചിന്തിച്ചാൽ കൊള്ളാമെന്ന് തോന്നിപ്പോയി. സേതുവാണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത്ര മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ മറ്റു സിനിമ ഇഷ്ടമുണ്ടെങ്കിൽ പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും മാത്രമേ പറയാൻ വേണ്ടുള്ളൂ. അപ്പോൾ മറ്റു സിനിമ ഇഷ്ടമുണ്ടെങ്കിൽ പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.